ഹലോ ഗൈസ്, ഇന്നിൻ്റെ പോരാളിൻ്റെ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി ആട്ടോ ഞാൻ പറയാൻ പോണത്. നമ്മൾ ആദ്യം തന്നെ നെയ്ച്ചോറ് വയ്ക്കാണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചത്. പിന്നെ നമ്മൾ കരടുപ്പുമ്മലാക്കണേ, കാരണം ഗ്യാസിൻ്റെ കിട്ടായ്മ നമ്മളെല്ലാം ബാധിച്ചാണ്. അപ്പോൾ നമ്മൾ കരടുപ്പുമ്മലാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രൊഡക്റ്റ് കേട്ടോ, എൻ്റെ പേരാണ് ഐതു. പിന്നെ എൻ്റെ അമ്മച്ചി ചിലപ്പം ബിരിയാണി ഉണ്ടാക്കി അടിപൊളിയാക്കാരം, ചില ദിവസം പരാജയക്കാരം. പക്ഷേ ഇതുണ്ടാക്കിയത് അടിപൊളി തന്നെ. ഇനി എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ അമ്മേൻ്റെ ബിരിയാണി എടുക്കോളാവും. ഞാൻ വല്ലാതെ അതിനെ പറ്റി പറഞ്ഞില്ലേ, പിന്നെ വെച്ച് ബിരിയാണി ഉണ്ടാക്കി തരില്ല. അപ്പം നമുക്ക് അതിക്ക് ആവശ്യമായത് ഉള്ളിയും തക്കാളിയാണ്. എത്ര അളവെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ നോക്കിക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ച് അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഗരം മസാല എന്തൊക്കെ ഇട്ടിക്കണേ. സംഭവം എനിക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അങ്ങനെ അറിയില്ല. ഞാൻ ഉണ്ടാക്കലുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ കൊളാവലാണ് ചെയ്യാറ്. അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്തേ. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിക്കാണ്ട് അതിക്കാണ്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ടിട്ടാണ് നല്ലോണം ഇളക്കുക. നമ്മൾ ചിക്കൻ പൊരിച്ചാണ്ടാണ് ബിരിയാണി വെക്കാൻ വിചാരിച്ചത്. അപ്പം ചിക്കന് ആദ്യം പൊരിച്ച് വെച്ചിനി. പിന്നെ ഇത് കുറച്ച് നേരം വേവാനും വേണ്ടി ഞാൻ കാത്തുന്നേ. എൻ്റെ അമ്മച്ചിൻ്റെ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ചെയ്യാറുണ്ടാവില്ലേ. കൊളാവെങ്കിലും ചിലപ്പോൾ കൊളാവലുള്ളേ, അധികം സൂപ്പർ ആവൽ തന്നെയാണ്. ഞാൻ പറയുന്നത് എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ മാത്രമേ കൊളാവാറുള്ളൂ. എനിക്കെൻ്റെ അമ്മേൻ്റെ ബിരിയാണി നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്കെൻ്റെ അമ്മച്ചി കുരുമുളക് പൊടി ഇട്ട് അതിങ്ങോട്ട് നല്ലോണം മിക്സ് ചെയ്ത് അടി പിടിച്ചാൽ നോക്കണം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പുകയാണ് ചോദിക്കും. പിന്നെ ആകെ ഒരുമാതിരി തൊള്ളൊക്കെ രസമില്ലാത്ത പോലേക്കായിട്ടുണ്ടാവുക. എല്ലാ പൊടികളും ഇട്ട് എൻ്റെ അമ്മച്ചി ഉപ്പിടാനായിട്ട് മറന്നുപോയി. പിന്നെ ഞാൻ ടെസ്റ്റ് കണ്ടിരുന്നു ഉപ്പ് കുറവാണ് പറഞ്ഞത്. അങ്ങനെ എൻ്റെ അമ്മച്ചി ഉപ്പണ്ടിട്ട് അപ്പം ആദ്യത്തിൻ്റെ ടേസ്റ്റ് നോക്കുക, മറ്റേ പിന്നെ ഉപ്പില്ലാത്ത ബിരിയാണിയാവും. അപ്പോൾ അതൊരു അന്തം ഉണ്ടാവില്ല. അങ്ങനെ എന്തായാലും ഉപ്പൊക്കെ ഇട്ടാണ്ട് ഇളക്കിക്കാണ്ട്, ഇളക്കലല്ലേ തോന്നണേ. അതൊരു ഇളക്കിക്കാണ്ട് അതിക്ക് എന്ത് ചെയ്ത് കരിവേപ്പിൻ്റെ ഇലയും മല്ലിച്ചപ്പൂ ഇട്ടിട്ടോ. എന്നിട്ട് അതൊക്കെ ഒന്ന് മിക്സ് ആക്കിക്കാണ്ട് കുറച്ച് നേരം കൂടി വേവിക്കാൻ വെച്ചേ. അതിക്ക് ചെറുനാരങ്ങൻ്റെ നീരും അതേപോലെ കുറച്ച് തൈരും ആഡ് ചെയ്തിക്കണേ. അതാണ് കേട്ടോ കുറച്ചിങ്ങനെ കുറച്ച് കായം പോലെ ഇങ്ങനെ നിൽക്കണത്. എന്നിട്ട് പിന്നെ അതിക്ക് ചിക്കൻ ആഡ് ചെയ്ത് ഫുള്ള് ലെഗ് പീസേന്. സംഭവം അത് ഞങ്ങൾക്ക് പൊരിച്ച് തിന്നാൻ വേണ്ടിക്കാണ്ട് എടുത്ത് വെച്ചതേന്. ഇത് പെട്ടെന്നാണ് മേരെ പുയ്യപ്പളം കണ്ട് വന്നത്. അങ്ങനെ എൻ്റെ മാപ്പിളാണ് സെലക്ട് വെച്ചതാണ്. ഞങ്ങളോടൊക്കെ എല്ലാവരും ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ ഫാൻസാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ലെഗ് പീസാണ് അങ്ങനെ കൂടുതൽ ഇഷ്ടം. അതാണ് അതിൽ കൂടുതൽ ലെഗ് പീസാണ്. അതിൻ്റെ മച്ച് പിന്നെ അതൊക്കെ ആയിക്കിട്ടാണ്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് മിക്സാക്കി. പിന്നെ അങ്ങോട്ട് മിക്സാക്കലേന് ചിക്കൻ കായം പിടിച്ചാൽ വേണ്ടിക്കാണ്ട് വെച്ച് നല്ലോണം ഇതാക്കി. പിന്നെ ദമ്മിടൽ പരിപാടിയിലേക്കാണ് അടുത്ത കണവണ. ദമ്മിടൽ പരിപാടിയാണ്. അങ്ങനെ ദമ്മിട്ട് കൊടുക്കട്ടോ. നെയ്ച്ചോറുണ്ടല്ലോ ഉണ്ടാക്കി വെച്ചേ, റൈസ് വേവിച്ചേ, നെയ്ച്ചോറ് വേവിച്ച റൈസ് എന്ത് ചെയ്ത് ഈ ചിക്കനിൻ്റെ ഈ മസാല അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ടെടുത്തുന്നുണ്ട്. പിന്നെ എല്ലായിടത്തും യൂഷ്വലി നടക്കണ പോലെ അതിൻ്റെ മുകൾക്ക് വെച്ച് ബിരിയാണി മസാലേൻ്റെ പൊടിയോ ഗരം മസാലേൻ്റെ പൊടിയൊക്കെ അങ്ങനെ വിതറി കൊടുക്കുക. എന്നിട്ട് പിന്നെ അരിയിടുക, ചോറിടുക. അങ്ങനെ ആ പാത്രത്തിൻ്റെ മുകളിൽ ഇതേപോലത്തെ കനുള്ള ഒരു അമ്മിക്കല്ലാണ്ട് കയറ്റിക്കുക. അമ്മിക്കലല്ല, കുത്തരിൽ. എന്നിട്ട് പിന്നെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചിക്കണ്ട് ബിരിയാണി വിളമ്പാൻ പോവാണ്. ആദ്യം അതൊക്കെ ഒന്ന് മിക്സാക്കിക്കണ്ട് റൈസ് വേറെ പാത്രത്തിൽ കണ്ട് ആഡ് ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നല്ല ചുരുക്കുള്ള പാത്രത്തിൽ കണ്ട് വിളമ്പാണ് തിന്നുക. അപ്പോൾ ഓക്കെ, ബായ്. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.